രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ള വസ്തുത നമ്മളെ സംബന്ധിച്ച് പുതിയ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. ദൃക്സാക്ഷിയുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിരിക്കുന്നു. എവിടെയാണ് അപകടമുണ്ടായത് എന്നാണ് ഞങ്ങൾ കാണിച്ച ചിത്രങ്ങളിലൂടെ അദ്ദേഹം വ്യക്തമാക്കി തന്നത്. റോഡ് രണ്ടായി പിരിയുന്ന ഭാഗത്ത്, അതിൻ്റെ തുടക്ക ഭാഗത്താണ് അർജുൻ്റെ വാഹനം കിടന്നിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വാഹനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അദ്ദേഹം അത് ശ്രദ്ധിച്ചത്. അർജുൻ്റെ വാഹനം, അർജുൻ അവിടെ കിടക്കുന്നത്, വാഹനത്തിൽ കിടക്കുന്നതടക്കം അയാൾ കണ്ടു, സവാദ് കണ്ടു എന്നാണ് നമ്മോട് സാക്ഷ്യപ്പെടുത്തിയത്. അതിന് തൊട്ട് മുന്നേ ഒരു ടാങ്കർ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതായത് ലക്ഷ്മൺ എന്ന ആളുടെ കട, ചായക്കടയ്ക്ക് അല്പം കൂടി മുൻപിലായിട്ട് ആ റോഡിന് അടുത്ത വശത്ത്, വലതുവശത്തായിട്ടാണ് ലോറി കിടന്നിരുന്നത്. റോഡ് രണ്ടായി പിരിയുന്നതിൻ്റെ തുടക്ക ഭാഗത്ത് അവിടേക്ക് തിരച്ചിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അവിടെ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധ്യതകളുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് സവാദ് നൽകുന്നത്. പുഴയിലേക്ക് വാഹനം മറിയാനുള്ള സാധ്യത അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ വളരെ കുറവാണ്. ഞങ്ങൾ കാണിച്ചു കൊടുത്ത ചിത്രങ്ങൾ വളരെ വിശദമായി പരിശോധിച്ച ശേഷമാണ് സവാദ് കാര്യങ്ങൾ ഓർമ്മിച്ചെടുത്തത്. അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് ആ വഴിയിലൂടെ രാത്രി പോയത്. നല്ല മഴയായിരുന്നു. 2 വാഹനങ്ങളാണ് അവിടെ പാർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോയി അല്പം കഴിഞ്ഞപ്പോഴാണ് മണ്ണിടിച്ചിലുണ്ടായതും മലയിടിഞ്ഞ അപകടം ഉണ്ടായതും. കടയ്ക്ക് വലതുവശത്തായി മലയുടെ സമീപത്ത്, മലയുടെ അതേ ഭാഗത്താണ് ലോറി പാർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അവിടെയൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ എങ്ങനെ അനുവദിക്കുന്നു എന്നുള്ള നിയമപ്രശ്നം പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ അപകടത്തിന് കാരണമാകുന്നത് യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും നാഷണൽ ഹൈവേ അതോറിറ്റി കൂടി മറുപടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഏതായാലും റോഡ് രണ്ടായി പിരിയുന്ന ഇടത്ത്, ആ റോഡ് തുടങ്ങുന്ന ഇടത്ത്, രണ്ടായി പിരിഞ്ഞ് തുടങ്ങുന്ന ഇടത്താണ് വാഹനം കിടന്നിരുന്നത്. മല ഒന്നാകെ വന്ന് വാഹനത്തെ മൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സവാദ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ പുഴയിലേക്ക് വാഹനം വീഴാനുള്ള സാധ്യത വളരെ കുറവുമാണ്. ഈ പ്രദേശത്ത് തിരച്ചിൽ നടന്നോ, ഈ 30% ഈ ഭാഗത്ത് വരുന്നോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഡോക്ടർ അരുൺ ഇപ്പോൾ ലൈനിലുണ്ട്. അരുൺ, ഇപ്പോൾ സവാദ് എന്നൊരു ദൃക്സാക്ഷി നമ്മളോട് സംസാരിച്ചു. നമ്മളവിടെ അപകടം നടന്ന മേഖല, അപകടത്തിന് മുൻപുണ്ടായിരുന്ന അവിടുത്തെ ദൃശ്യങ്ങൾ കൃത്യമായി കാണിച്ചു കൊടുത്തു. ലക്ഷ്മണന്റെ കട നിന്നിരുന്ന സ്ഥലം, അതിന് ഏതു വശത്തായിട്ടാണ് വാഹനം കിടന്നിരുന്നത്, അതൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ് എന്ന് സവാദ് സ്ഥിരീകരിക്കുകയാണ്. അതായത് ലക്ഷ്മണന്റെ കടയ്ക്ക് അല്പം കൂടി മുൻപ് വലതുവശത്തായത് കടയുടെ ഓപ്പോസിറ്റ് റോഡിലായി, മലയ്ക്ക് അടുത്തായി, ഈ റോഡ് രണ്ടായി പിരിയുന്നതിൻ്റെ തുടക്ക ഭാഗത്താണ് അർജുൻ്റെ വാഹനം കിടന്നിരുന്നതെന്നാണ് സവാദ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഭാഗം ഈ 30% പെടുമോ അരുൺ? അതാണ് നമുക്ക് അറിയേണ്ടത്. തിരച്ചിൽ നടത്താത്ത 30% പെടുന്ന ഭാഗമാണോ ഈ റോഡ് തുടങ്ങുന്ന ഇടം? സ്മൃതി, അതാണ് നേരത്തെ രഞ്ജിത്ത് ഇസ്രായേൽ എന്നോട് സൂചിപ്പിക്കുകയും നമ്മൾ പോയി നോക്കുകയും ചെയ്തൊരു പ്രദേശം. അത് ഈ GPS റഡാർ നിൽക്കുന്ന സ്ഥലമല്ല, അത് തൊട്ട് മുമ്പുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു സാധാരണ കർവ് പോലും പ്രദേശമുണ്ട്. ഞാനത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അപകടമുണ്ടായ സ്ഥലത്തിന് ഏകദേശം 120-180 മീറ്ററോളം മാറിയിട്ടാണ്. വലിയ ഉരുളൻ കല്ലുകളൊക്കെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഈ മലയടിവാരത്തിൽ നിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുമ്പോൾ, മണ്ണിടിച്ചിലുണ്ടാവുമ്പോൾ ഇത്തരത്തിലുള്ള പാറകൾ കൂടിയാണ് ഇതിലേക്ക് വരിക. അപ്പോൾ ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്, ഉദാഹരണത്തിന് ഈ ടിപ്പറാണ് നമ്മളുടെ വാഹനമെന്ന് കരുതുക. അർജുൻ ഓടിച്ച വാഹനം ഈ ടിപ്പറാണെന്ന് കരുതിയാൽ ഇതേപോലെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. അതായത് ലക്ഷ്മണൻ്റെ കടയുടെ നേരെ ഓപ്പോസിറ്റായി ഏകദേശം ഒരു 50 മീറ്റർ കുറച്ചുകൂടി മുന്നോട്ട് മാറി വാഹനം ഇങ്ങനെ പാർക്ക് ചെയ്താൽ, ഇതേപോലെ ഒരു മല ഇങ്ങനെ ഇടിഞ്ഞു വരികയാണെങ്കിൽ ഇതേപോലെയുള്ള പാറയും മണ്ണും വെള്ളവും കൂടി ഏകദേശം 60,000-ഓളം അടി, അതായത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ചെറിയ മലയുടെ ഒരു 3 ഇരട്ടി വലിപ്പമുള്ള മലയാണ് അതേപോലെ ഇടിഞ്ഞു വരുന്നത്. അങ്ങനെ ഇടിഞ്ഞു വരുന്ന ഈ കല്ലും മണ്ണും ജലവും കൂടി ചേർന്ന് ഈ 40 ടണ്ണോളം ഭാരം കയറ്റി വരുന്ന ലോറി, ആ ലോറി ഏകദേശം 30 അടിയോളം നീളം, ആ ലോറിയുടെ ഈ ഭാഗത്തെ പൂർണ്ണമായിട്ടും തള്ളി മാറ്റാനാണ് സാധ്യത. അതായത് താഴെ നിന്ന് ആ മണ്ണ് തള്ളി മാറ്റി മുന്നിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്.